മാന്യ സുഹൃത്തുക്കൾക്ക് വന്ദനം. കഴിഞ്ഞ ദിവസം മലയാള മനോരമ പത്രം വെറുതെ ഇങ്ങനെ ഒന്ന് മറച്ചു നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അതിന്റെ ഉൾപേജിൽ ഒരു ചെറിയ വാർത്ത കണ്ടു. ആ വാർത്ത എന്നെ വളരെയധികം ചിന്തിപ്പിച്ചു. 25 കൊല്ലങ്ങൾക്ക് മുമ്പുള്ള ഒരു വിഷയമാണ്. 25 കൊല്ലം എന്ന് പറഞ്ഞാൽ 1/4 നൂറ്റാണ്ട് ഒരു മനുഷ്യൻ നടത്തിയ നിയമ പോരാട്ടം. അതിന്റെ ഒടുവിൽ ഹൈക്കോടതി അയാളെ വെറുതെ വിടുന്നു. അപ്പോൾ അയാളുടെ ലൈഫിൽ 25 കൊല്ലം നഷ്ടപ്പെടുകയാണ്. വിഷയത്തിലേക്ക് ഞാൻ വരാം. ഞാൻ ആ വിഷയം പറയാനുള്ള കാരണം ഇപ്പോൾ കേരളത്തിൽ കത്തിക്കാളി നിൽക്കുന്ന ഒരു യൗവനക്കാരന്റെ വിഷയത്തോട് ബന്ധപ്പെട്ടാണ് ഞാൻ ഈ വിഷയം സംസാരിക്കാൻ താല്പര്യപ്പെട്ടത്. ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം പോലത്തെ ഒരു വിഷയമാണ്. രാഹുൽ മാങ്കൂട്ടം നമുക്കറിയാം, വളരെ കരുത്തോടുകൂടി എതിർപാളയത്തിലുള്ള എല്ലാത്തെയും നാവെന്ന വാളുകൊണ്ട് അരിഞ്ഞു വീഴ്ത്തി മുമ്പിലേക്ക് പോയ ഒരു പോരാളിയാണ്. അയാൾ അങ്ങനെ പോകുന്നതിൽ മനപ്രയാസമുള്ളത് കമ്മ്യൂണിസ്റ്റുകാർക്കോ BJP-ക്കാർക്കോ സ്വാഭാവികമായിട്ടും ഉണ്ടാകാം. പക്ഷെ അവരെക്കാൾ അധികം മനപ്രയാസമുണ്ടായത് സ്വന്തം പാളയത്തിലെ നേതാക്കന്മാർക്ക് തന്നെയാണ്. അതാണ് അതിൽ ഏറ്റവും ഖേദകരമായ കാര്യം. നമുക്കറിയാം, ഇക്കുറി ഏതായാലും കോൺഗ്രസിന് ജയിക്കാനുള്ള എല്ലാ ഗ്രൗണ്ടും ഉണ്ടായി വരുന്ന ഒരു സാഹചര്യത്തിലാണ് അടുത്ത നിയമസഭയിൽ സാമാജികനായി നിശ്ചയമായും ഉണ്ടാകേണ്ടതും കരുത്തുള്ള ശബ്ദമായി നിലനിൽക്കേണ്ടതുമായ ഒരു യുവാവിനെ വേരോടെ വെട്ടിക്കളയുന്നത്. അയാളിൽ ആരോപിക്കപ്പെടുന്ന അതിക്രമ കേസിന്റെ കാഠിന്യം എത്രത്തോളം എന്നൊന്നും എനിക്കറിയില്ല. അതില്ലാത്ത ഏതെങ്കിലും നേതാക്കന്മാർ ഇതിനകത്തുണ്ടോ എന്നും എനിക്കറിയില്ല. എന്നാൽ നമ്മൾ അറിയേണ്ടത്, ഇത്തരത്തിലുള്ള ഒരു മനുഷ്യനെ ഇതുപോലുള്ള നിസ്സാര കേസിലാണോ വെട്ടി വീഴ്ത്തേണ്ടത്? അതിന് സ്വന്തം പാളയത്തിലുള്ളവർ കാവൽ നിൽക്കുക, അല്ലെങ്കിൽ അവർ തന്നെ അത് ചെയ്യുക എന്ന് പറഞ്ഞാൽ എത്ര നീചമാണ്. ഇത് രാഷ്ട്രീയത്തിൽ പുതുമയൊന്നുമല്ല, മതത്തിലും ഇതൊക്കെ തന്നെയാണ് പരിപാടി. നേതാക്കന്മാർ കീഴോട്ടുള്ളവരെ വെട്ടിനിരത്തും. നേതാക്കന്മാർ പാസ്റ്റർമാരായിട്ടിരിക്കുന്നവർ താഴോട്ടുള്ളവരെ ഒതുക്കും. ഒന്നുകിൽ കൊച്ചു ചർച്ചകൾ കൊടുത്ത് ഒതുക്കും, അല്ലെങ്കിൽ എന്തൊക്കെയാണ് അവർക്ക് ചെയ്യാൻ പറ്റുക അതെല്ലാം ചെയ്യും. ഞാനിത് ഒരുപാട് അനുഭവിച്ചിട്ടുള്ള ആളാണ്. എനിക്കിത് വിഷയമൊന്നുമല്ല. ഞാൻ ഇവരോട് നേരിട്ട് പോരിനും പോകാറില്ല. യവന്മാരാരെയും ഞാൻ മൈൻഡ് ചെയ്യാറുമില്ല. അതിന്റെ ആവശ്യവും എനിക്കില്ല. ഞാൻ പറഞ്ഞു വരുന്നതിന്റെ അർത്ഥം, ഈ രാഹുൽ മാങ്കൂട്ടത്തെ പോലെയുള്ള പിള്ളേര് കേരള രാഷ്ട്രീയത്തിൽ കയറി വരേണ്ടത് ആവശ്യമാണ്. ഷാഫി പറമ്പിൽ, വിഷ്ണുനാഥ്, ഇതുപോലുള്ള പിള്ളേര് കയറി വരണം. ഇവരൊക്കെ സമൂഹത്തില് നന്മയ്ക്ക് വേണ്ടി പോരാടുന്നവർ തന്നെയാണ്. ആ ശശി തരൂരിനെയൊക്കെ കോൺഗ്രസിലവന്മാർ ഒതുക്കിക്കളഞ്ഞു. വാസ്തവത്തിൽ ഈ കോൺഗ്രസ് എന്ന് പറയുന്ന സാധനം തന്നെ ഇനി വേണ്ടാതായി മാറിയിരിക്കുന്നു എന്ന് എനിക്ക് തോന്നുന്നു. ആ നിലയിൽ ഈ സാധനം അളിഞ്ഞിരിക്കുന്നു എന്നാണ് നമ്മളിപ്പോൾ കണ്ടുവരുന്ന ഒരു യാഥാർത്ഥ്യം. ശ്രീ MM ഹസനാണെന്ന് തോന്നുന്നു പറയുന്നത് ഞാൻ കേട്ടു. പണ്ടൊക്കെ നാട്ടിൻപുറത്ത് ആൾക്കാർ അമ്മി കൊത്തണോ എന്ന് ചോദിച്ചു നടക്കുന്ന പോലെ രാഹുലിന്റെ ഗർഭിണിയുണ്ടോ എന്ന് ചോദിച്ചു നടക്കുന്ന ഒരു ഗതികേടിലേക്ക് ഈ വൃത്തികെട്ട രാഷ്ട്രീയവും യവന്മാരുടെ പോലീസും ആയി മാറി എന്നുള്ളത് ഖേദകരമായ ഒരു കാര്യമാണ്. ഒരു യൗവനക്കാരനെ ഒതുക്കാനാണെന്ന് അറിയണം ഇത്ര ഉഷാറോടുകൂടി അവർ പോകുന്നത്. ഈ ഉഷാർ മറ്റിതര മേഖലകളിൽ അവർ ചെയ്തിരുന്നെങ്കിൽ എത്ര നല്ലതായിരുന്നു. ഞാൻ നിങ്ങളെ ഒരു വാർത്ത, ഞാൻ പറഞ്ഞ വാർത്ത വായിച്ച് കേൾപ്പിക്കാം. ഇതിൽ ഏറ്റവും ഖേദകരമായ കാര്യം, ഈ വാർത്ത കിടക്കുന്നത് ഉള്ളിലാണ്. 7ാമത്തെ 8ാമത്തെ പേജിലാണ് ഒരു ചെറിയ കോളം. ഈ കേസ് വരുമ്പോൾ മൂപ്പരുടെ ഫോട്ടോ അടക്കം വെച്ച് ഫ്രണ്ട് പേജിൽ ദിവസങ്ങൾ വാർത്ത കൊടുത്ത മലയാള മനോരമ ഇപ്പൊ കൊടുത്തിരിക്കുന്നത് ഉൾപേജിലാണ്. എന്താ വാർത്ത? ചുമപ്പക്ഷരത്തിൽ ലൈംഗികാതിക്രമ കേസ്, നീലലോഹിതദാസൻ നാടാരെ ഹൈക്കോടതി വിട്ടയച്ചു. വിധി വന്നത് 1/4 നൂറ്റാണ്ടിന് ശേഷം. ലൈംഗികാതിക്രമ കേസിൽ മുൻ മന്ത്രിയും RJD ദേശീയ നേതാവുമായ നീലലോഹിതദാസൻ നാടാർക്ക് 1/4 നൂറ്റാണ്ടിന് ശേഷം ആശ്വാസ വിധി.
വനം വകുപ്പ് മുൻ DFIയോട് അപമര്യാദയായി പെരുമാറി എന്ന കേസിൽ ശിക്ഷ റദ്ദാക്കി ഹൈക്കോടതി വിട്ടയച്ചു. 1 വർഷത്തെ തടവിന് വിധിച്ച കോഴിക്കോട് മജിസ്ട്രേറ്റ് കോടതി വിധിയും അത് ഇളവ് ചെയ്തിട്ടും 3 മാസത്തെ ശിക്ഷ നിലനിർത്തിയ സെഷൻസ് കോടതി വിധിയും ജസ്റ്റിസ് കൗസർ എടപ്പകത്ത് റദ്ദാക്കി. കോഴിക്കോട് DFO ആയിരുന്ന വനിതാ IFS ഓഫീസറെ വനം മന്ത്രിയായിരുന്ന നീലലോഹിതദാസൻ നാടാർ ഔദ്യോഗിക ചർച്ചയ്ക്കെന്ന് പറഞ്ഞ് കോഴിക്കോട് ഗസ്റ്റ് ഹൗസിൽ വിളിച്ചു വരുത്തി കടന്നു പിടിച്ചെന്നാണ് പരാതി. പരാതി നൽകാൻ 2 വർഷം വൈകിയതും പ്രോസിക്യൂഷൻ തെളിവുകളിലെ പൊരുത്തക്കേടുകളും പരിഗണിച്ചാണ് സംശയത്തിന്റെ ആനുകൂല്യത്തിൽ ഹൈക്കോടതി പ്രതിയെ വിട്ടയച്ചത്. 1999 ഫെബ്രുവരി 27-നാണ് സംഭവമെങ്കിലും 2001 മാർച്ച് 15-ന് DGPക്ക് നൽകിയ പരാതിയെ തുടർന്ന് 2001 മെയ് 9-നാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. മജിസ്ട്രേറ്റ് കോടതിയുടെ 1 വർഷത്തെ ശിക്ഷ 2005-ൽ സെഷൻസ് കോടതി 3 മാസമാക്കി ഇളവ് ചെയ്തെങ്കിലും സ്ത്രീത്വത്തെ അപമാനിച്ചതിന് പ്രതി കുറ്റക്കാരനാണെന്ന കണ്ടെത്തൽ ശരിവച്ചിരുന്നു. ഇത് ചോദ്യം ചെയ്താണ് 2006-ൽ ഹൈക്കോടതിയെ സമീപിച്ചത്. വനം മാഫിയയുടെ പ്രേരണയിൽ തനിക്കെതിരെ ആരോപണം കെട്ടിച്ചമച്ചതായിരുന്നു എന്നായിരുന്നു ഹർജിക്കാരന്റെ വാദം. കേസിന് ആധാരമായ പരാതി വൈകിയതിനുള്ള വിശദീകരണം തൃപ്തികരമല്ലെന്ന് കോടതി പറഞ്ഞു. സ്വന്തം വകുപ്പ് മന്ത്രിക്കെതിരെ പരാതി പറയാനുള്ള പേടി കാരണമാണ് വൈകിയതെന്നാണ് ഉദ്യോഗസ്ഥ പറഞ്ഞത്. 2000 ഫെബ്രുവരിയിൽ മന്ത്രി രാജിവെച്ചിരുന്നു. എന്നിട്ടും പരാതി 1 വർഷം കൂടി വൈകി. പീഡന ശ്രമം തന്റെ അമ്മയെയും സുഹൃത്തിനെയും സംഭവ ദിവസം തന്നെ ഫോണിൽ അറിയിച്ചെന്നാണ് പരാതിക്കാരി പറഞ്ഞിരുന്നത്. എന്നാൽ ഫോൺ സംഭാഷണങ്ങൾ തെളിവുകളിൽ പരാമർശിക്കുന്നില്ല. ചില സാക്ഷിമൊഴികളുടെ പൊരുത്തക്കേടുകളുമുണ്ട്. ഇത്തരം കേസുകളിൽ ഇരയുടെ മൊഴി ശക്തമാണെങ്കിൽ മറ്റ് സാക്ഷികൾ അനിവാര്യമല്ല. എന്നാൽ ഈ കേസിൽ പരാതിക്കാരി സ്വന്തം മൊഴി തന്നെ പലവട്ടം പരിഷ്കരിച്ചതായി കാണുന്നു. മജിസ്ട്രേറ്റ് കോടതിയും സെഷൻ കോടതിയും തെളിവുകൾ വിലയിരുത്തിയതിൽ അപാകതകൾ ഉണ്ടെന്ന് വിലയിരുത്തിയ കോടതി ശിക്ഷയ്ക്ക് ന്യായീകരണമില്ലെന്ന് വ്യക്തമാക്കി. എന്താ സുഹൃത്തുക്കളെ സാക്ഷര കേരളത്തിൽ നമ്മൾ കാണുന്നത്? 25 കൊല്ലം നിയമ പോരാട്ടമായി നടക്കേണ്ടി വന്ന ഒരു മനുഷ്യന്റെ ഗതി. സ്വന്തം കഴിവുകൊണ്ട് ഒരു പാർട്ടി നേതാവും ഒരു MLAയും മന്ത്രിയുമായി മാറിയ ഒരു മനുഷ്യന്റെ ഗതി കേരളത്തിൽ ഇതാണെങ്കിൽ സാധാരണക്കാരന്റെ സംരക്ഷണം ആരെടുക്കും? ഇമാതിരി കേസുകളിൽ അകപ്പെട്ട് എത്ര പേരായിരിക്കും ഇന്ന് കാരാഗൃഹങ്ങളിൽ കിടക്കുന്നത്? പോലീസുകാരന്റെ ലാത്തി കയറി ഇറങ്ങിയത് എത്ര പേരുടെ മേലിലായിരിക്കും? ഒരു IFSകാരിയാണ് ഇത് ചെയ്തതെന്ന് നമ്മൾ അറിയണം. അവര് ഭംഗിയായി ജോലി പൂർത്തിയാക്കി, പെൻഷൻ കൃത്യമായി വാങ്ങി, ഇങ്ങനെ ഒറ്റിക്കൊടുത്തതിന് വല്ലതും കിട്ടിയിട്ടുണ്ടെങ്കിൽ അതും വാങ്ങി. ആ മനുഷ്യന്റെ ഗതി നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അയാളുടെ ഇമേജ് തകർന്നത് ഇനി എന്നാണ് തിരികെ കൊടുക്കാൻ കഴിയുക? ഈ പത്രത്തിൽ ഏതവനെങ്കിലും ഫ്രണ്ട് പേജിൽ ഈ വാർത്ത കൊടുക്കാൻ ധൈര്യം കാണിച്ചോ? ഇയാളെ നശിപ്പിക്കാൻ കാലത്ത് അയാൾ രാജിവെച്ചിറങ്ങുമ്പോൾ അയാൾ ഏതാണ്ട് വലിയ ലൈംഗിക അതിക്രമം ചെയ്തു എന്ന് പറഞ്ഞ് മുൻ പേജുകളിൽ വാർത്ത കൊടുത്തിരുന്ന ഏതവനെങ്കിലും ഈ വാർത്ത പറഞ്ഞത് നിങ്ങൾ കണ്ടായിരുന്നോ? ഇതാണോ സമൂഹത്തിലെ മാന്യമായ പത്രപ്രവർത്തനം? എടാ, ആള് കുറ്റക്കാരനല്ലെന്ന് കണ്ടാൽ അത് തെളിയിക്കാൻ തയ്യാറായണ്ടേ? ഇനി എനിക്ക് പറയാനുള്ളത്, ഇവിടുത്തെ ഇര എവിടെയാണ്? ഇയാളെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഇത്രയും നാൾ കേസ് പറയിപ്പിച്ചിരിക്കുമ്പോൾ, അയാളുടെ ജീവിതം തകർത്തിരിക്കുമ്പോൾ അവർ സുഖമായി അവരുടെ ജീവിതം പൂർത്തിയാക്കുകയാണ്. അവർ ജയിലിൽ കിടക്കണ്ടേ ബാക്കിയുള്ള കാലം? ജീവപര്യന്തത്തിന് അവരെ തടവിലാക്കി ജയിലിലാക്കണ്ടേ? ഒരു മനുഷ്യനെ വെറുതെ കാര്യങ്ങൾ പറഞ്ഞ് വല്ലവരുടെയും കാശുകൾ കൈപ്പറ്റിക്കൊണ്ട് ഇങ്ങനെ അപകീർത്തിപ്പെടുത്തുമ്പോൾ അയാൾക്ക് മാനമില്ലേ പോകാൻ? അയാൾക്ക് കുടുംബമില്ലേ? മക്കളില്ലേ? കൊച്ചുമക്കളില്ലേ? അദ്ദേഹത്തിനൊരു സമൂഹമില്ലേ? പത്രക്കാർക്കും നാട്ടുകാർക്കും കുറച്ചു ദിവസം കൊണ്ടാടാനുള്ള ഒരു പിണ്ടമായിട്ട് മാത്രം ഈ സാധനം കിട്ടിയാൽ മതി. അത് കഴിഞ്ഞാൽ രാജിവെപ്പിച്ച് അയാളെ പുറത്തള്ളുക, അയാൾക്ക് ഒരു വൃത്തികെട്ട പരിവേഷം കൊടുക്കുക. ആ മനുഷ്യൻ അനുഭവിക്കുന്ന വ്യഥയ്ക്കും അതിന്റെ കണ്ണുനീരിനും വിലയില്ലേ സമൂഹത്തിൽ? അതിന്റെ സെയിം അനുഭവം തന്നെയല്ലേ രാഹുലിന്റെ കാര്യത്തിൽ? രാഹുൽ എന്ന യൗവനക്കാരൻ കയറി വരുന്ന
ആദ്യ റൗണ്ടിൽ തന്നെ അവന്റെ നാമ്പരീക. ഇതിവിടുത്തെ ഏത് സതീശൻ ചെയ്താലും ആരാണ് ഇതിന് കൂട്ടുനിന്നാലും അവർ ശിക്ഷിക്കപ്പെടണം. ഏതെങ്കിലും ഒരു പെണ്ണിങ്ങോട്ട് വന്ന് അവളെ ഉപദ്രവിച്ചു എന്ന്, ഹോട്ടലിൽ പോകാൻ വിളിച്ചു എന്ന് പറഞ്ഞാൽ ഉടനെ എടുക്കേണ്ടതാണ് ഒരു കേസ്. അതുമല്ല, ഇവിടെ സമൂഹത്തിൽ ഇതുപോലെ ഹോട്ടലിൽ പോകാൻ വേണ്ടി റോഡിൽ നിൽക്കുന്ന പെൺപിള്ളേർ ഇഷ്ടം പോലെ ഉണ്ട്. അവളുമാരുടെ വസ്ത്രധാരണം കണ്ടാൽ നാട്ടുകാർക്ക് മനസ്സിലാവും. തിരുവനന്തപുരത്ത് ഇപ്പോൾ വൈകുന്നേരത്ത് ഇറങ്ങിയാൽ പോലും പെൺപിള്ളേർ റോഡിൽ ഇഷ്ടം പോലെ നിൽപ്പുണ്ട്, ട്രാൻസ്ജെൻഡേഴ്സ് നിൽപ്പുണ്ട്, ലൈംഗിക വൃത്തിക്ക് പോകുന്ന ആൾക്കാർ ഒരുപാട് പേര് നിൽപ്പുണ്ട്. അമ്മാതിരി വസ്ത്രം ധരിച്ച പെൺകുട്ടിയെ കണ്ടാൽ സ്വാഭാവികമായി ഒരുത്തൻ ചോദിക്കും റൂം എടുക്കട്ടോ എന്ന്. അപ്പോൾ അതുപോലെ ആരെങ്കിലും, അല്ലെങ്കിൽ രാഹുൽ ചോദിച്ചു എങ്കിൽ ഇന്നത്തെ സമൂഹത്തിന്റെ നിലപാടനുസരിച്ച് അതിലെന്താണ് തെറ്റ്? ബേക്കറിയിൽ ചില്ലുകൂടിനകത്ത് ഒരുപാട് സാധനം വിൽക്കാൻ നിരത്തി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മാർജിൻ ഫ്രീയിൽ കയറിയാലും സ്റ്റാൻഡുകൾ നിരത്തി പ്രദർശിപ്പിച്ചിട്ടുണ്ട്. അവകളെല്ലാം വിൽക്കാൻ വെച്ചിരിക്കുന്നതാണെന്ന് നാട്ടുകാർക്ക് കണ്ടാൽ അറിയാം. അവരൊരു ഉന്തുവണ്ടി എടുത്തുകൊണ്ടുപോയി അതൊക്കെ പറക്കി അതിനകത്ത് വെച്ച് കൊണ്ടുവന്ന് കൗണ്ടറിൽ കൊണ്ടുവന്ന് ബില്ല് ചെയ്ത് പോകും. കവറിനകത്ത് വെച്ചിരിക്കുന്ന ആരെങ്കിലും വിൽക്കുന്നുണ്ടോ ചോദിക്കാറുണ്ടോ? ഇല്ല. ആരെങ്കിലും മേടിച്ച് കവറിനകത്ത് വെച്ചിരിക്കുന്നത് ആരും ചോദിക്കാറില്ല. അതുകൊണ്ട് പ്രദർശന വസ്തു കണ്ടാൽ നാട്ടുകാർക്ക് അറിയാം. അവർ ചിലപ്പോൾ വാങ്ങാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ചോദിക്കും. അതിനാണ് ഇവിടെ കേസ് പറഞ്ഞു നടക്കുന്നത്. അതിനാണ് ഇവിടെ ലൈംഗിക അതിക്രമം എന്ന് പറഞ്ഞു നടക്കുന്നത്. സമൂഹത്തിന് മാന്യമായ ഒരു ജീവിത രീതി എന്തായാലും ഉണ്ട്. മാന്യതയോടുകൂടി നടക്കുന്ന ആരെയും ആരും ഉപദ്രവിക്കാൻ സാധ്യതയില്ല. അങ്ങനെ ഉപദ്രവിക്കുന്നു എങ്കിൽ അവർ ശിക്ഷിക്കപ്പെടണം. അതിനകത്ത് യാതൊരു സംശയവുമില്ല. പക്ഷെ യാതൊരു തെളിവുകളും ഇല്ലാതെ ആരെങ്കിലും ഉണ്ട് ഈ AI ടെക്നോളജി ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ആരുടെ ശബ്ദത്തിലും ആർക്ക് വേണമെങ്കിലും എന്തും ചെയ്യാം. ശബ്ദം തന്നെ വേണമെന്നില്ല, ഫോട്ടോയും വീഡിയോ ഉണ്ടാക്കാൻ പറ്റും. നമ്മൾ എത്രയോ വീഡിയോ ഇവിടെ കാണുന്നു. നരേന്ദ്രമോദിയുടെ തല വെച്ചും അമേരിക്കൻ പ്രസിഡന്റ് തല വെച്ചും ഇസ്രായേൽ പ്രസിഡന്റ് തല വെച്ചും ഒക്കെ ഇവിടെ എത്രയോ വീഡിയോ ഇവിടെ ഓടുന്നു. ഇത് ചെയ്യാൻ ആർക്കാ പറ്റാത്തത്? അപ്പോൾ കാര്യങ്ങളുടെ വ്യക്തത വരുന്നത് വരെ ഒരാളെ കുറ്റം ആരോപിച്ചു എന്ന കാരണത്താൽ പാർട്ടിയുടെ അടിസ്ഥാന അംഗത്വത്തിൽ നിന്ന് രാജിവെപ്പിക്കുക എന്തിടപാടാണ്? ഏവന്മാർക്കാണ് ഈ ടിക്കറ്റിനകത്ത് MLA ആയിട്ടിരിക്കാനുള്ള അധികാരമുള്ളത്, അല്ലെങ്കിൽ യോഗ്യതയുള്ളത് യവന്മാരുടെ ജീവിത രീതി അനുസരിച്ച്. അപ്പോ വളരെ മോശമായ ഒരു യൗവനക്കാരനെ ചിത്രീകരിക്കുക. ഇനി അയാൾ എത്ര കാലം ജീവിച്ചിരുന്നാൽ അയാൾ ഒരു മാന്യനാണെന്ന് തെളിയിക്കാൻ പറ്റും? ഏതെങ്കിലും ഒരു TV ഷോയ്ക്ക് അയാൾ കയറി വർത്തമാനം പറയാൻ പറ്റുമോ? ഏതൊരു പാനലിസ്റ്റ് കയറി ഈ ലൈംഗിക അതിക്രമം ഡയലോഗ് അടിക്കില്ലേ? എവിടെങ്കിലും അയാൾക്ക് സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടി ധൈര്യത്തോടുകൂടി സംസാരിക്കാൻ കഴിയുമോ? അയാൾക്കെതിരെ ഉയർത്തിയത് തെറ്റായ ആരോപണമാണെങ്കിൽ പോലും അയാൾക്ക് സംസാരിക്കാൻ പറ്റാത്ത രീതിക്ക് അയാളുടെ നാവറുത്ത് കളഞ്ഞതല്ലേ? ഇതുകൊണ്ട് ഗുണമാർക്കാണ്? അതുകൊണ്ട് ദീർഘനാളുകൾ 25 കൊല്ലം ഈ സമരം ചെയ്ത്, അല്ലെങ്കിൽ ഈ നിയമ പോരാട്ടം നടത്തി വിജയത്തിലെത്തിയ നീലലോഹിതൻ ദാസൻ നാടാർക്ക് ഇവിടെ നീതി ലഭിക്കണം. അയാൾക്കെതിരെ ആരോപണം ഉണ്ടാക്കിയ ഏത് സ്ത്രീരത്നമായാലും അവർ തുറുങ്കിലടയ്ക്കപ്പെടണം. ഇനി ഒരു പുരുഷനും ഇമാതിരി ഉപദ്രവങ്ങൾ ഉണ്ടാകാൻ പാടില്ല. അതുപോലെ തന്നെ രാഹുലിന്റെ കേസിലും അയാൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തെളിവുകൾ അടക്കം പുറത്തു കൊണ്ടുവന്ന് ശാസ്ത്രം വികസിച്ചിരിക്കുന്ന, പോലീസ് സിസ്റ്റം വികസിച്ചിരിക്കുന്ന ഈ ഗവൺമെന്റിന്റെ എല്ലാ സംവിധാനങ്ങളും, നിയമ സംവിധാനങ്ങൾ സ്ട്രോങ് ആയിട്ടുള്ള, കോടതി വ്യവഹാര സംവിധാനങ്ങൾ സ്ട്രോങ് ആയിട്ടുള്ള ഈ കാലഘട്ടത്തിൽ ഒരു പുരുഷനെ ഇതുപോലിട്ട് വലിച്ചിഴച്ച് നാറ്റിക്കാതെ അയാൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കോടതി മുമ്പേക്ക് കൊണ്ടുവന്ന് അയാൾക്ക് ശിക്ഷ കൊടുക്കണം. അല്ലെങ്കിൽ മാന്യമായിട്ട് അയാൾക്ക് ജീവിക്കാനുള്ള അവസരം ഉണ്ടാക്കണം. രാഷ്ട്രീയം മണ്ണാങ്കട്ടെ എന്ന് പറഞ്ഞ് മനുഷ്യരുടെ ആയുസ്സിനെ നശിപ്പിക്കാതിരിക്കുക, മനുഷ്യന്റെ നാം മറക്കാതിരിക്കുക. ഇതിന് പൊതുസമൂഹം കരുത്തോടുകൂടി ശബ്ദം വെക്കണം എന്നാണ് എനിക്ക് ഓർപ്പിക്കുവാനുള്ളത്. തെറ്റ് ചെയ്യുന്നവൻ ശിക്ഷിക്കപ്പെടട്ടെ. തെറ്റ് ചെയ്യാത്തവൻ വെറുതെ നാറാൻ, അവന്റെ മാന്യത ഇല്ലാതാക്കാൻ ശ്രമിക്കാതിരിക്കുക. അവനുമുണ്ടാകും അമ്മ, അവനുമുണ്ടാകും സഹോദരങ്ങൾ, അവനുമുണ്ടാകും കുടുംബം, അവനുമുണ്ടാകും സമൂഹം, അവനുമുണ്ട് നാണക്കേടെന്ന് തിരിച്ചറിയണം. അതുകൊണ്ട് പുരുഷന്മാർക്കെതിരെയുള്ള ഇമാതിരിയുള്ള നിയമങ്ങൾക്ക് ഭേദഗതി ഉണ്ടാകണം. സ്ത്രീ സുരക്ഷ ഉണ്ടാകണമെന്ന് നിർബന്ധമുള്ളതുപോലെ പുരുഷ സുരക്ഷയും ഇവിടെ ഉണ്ടാകണം. മനുഷ്യ സുരക്ഷയാണ് ഇവിടെ ആവശ്യം. സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാതെ എല്ലാവർക്കും സമത്വം ഉണ്ടാകണമെന്ന് നമ്മൾ വാദിക്കുന്നത് പോലെ മനുഷ്യ സുരക്ഷ ഇവിടെ ഉണ്ടാകണം. സ്ത്രീകൾ ഭവനങ്ങളിൽ പീഡിപ്പിക്കപ്പെടുന്നത് പോലെ പുരുഷന്മാർ ഭവനങ്ങളിൽ പീഡിപ്പിക്കപ്പെടുന്നുണ്ട്. ഈ രണ്ട് കേസുകളെയും ഒരുപോലെ
കോടതി കാണത്തക്ക വിധം, നിയമം നോക്കത്തക്ക വിധം നിയമ സംവിധാനം ഇവിടെ ഉണ്ടാകണം. അതിനുവേണ്ടി സമൂഹം ഉണരണമെന്ന് ഓർപ്പിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.